നോക്കാൻ പോകുന്നത് 1x4 ഡീമൾട്ടിപ്ലക്സറിനെ പറ്റിയാണ്. ഈ കൊടുത്തിരിക്കുന്നതാണ് 1x4 ഡീമൾട്ടിപ്ലക്സറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. 1x4 ഡീമൾട്ടിപ്ലക്സറിന് ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടുകളുമാണ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡീമൾട്ടിപ്ലക്സർ ഉപയോഗിക്കുന്നത് ഇൻപുട്ടിനെ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ലൈനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡീമൾട്ടിപ്ലക്സറിൽ ഇൻപുട്ടിന്റെ ഡിസ്ട്രിബ്യൂഷനെ കൺട്രോൾ ചെയ്യുന്നത് സെലക്ട് ലൈൻസ് ആണ്. 1x4 ഡീമൾട്ടിപ്ലക്സറിൽ 2 സെലക്ട് ലൈനുകളാണ് ഉള്ളത്. കാരണം ഡീമൾട്ടിപ്ലക്സറിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡീമൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ടുകളുടെ എണ്ണം 2n ആണെങ്കിൽ അതിൽ n-ന്റെ വാല്യൂ എത്രയാണോ അത്രയും തന്നെ സെലക്ട് ലൈൻസും ഉണ്ടാകും. 1x4 ഡീമൾട്ടിപ്ലക്സറിൽ 4 ഔട്ട്പുട്ടുകളാണ് ഉള്ളത്. 4നെ നമുക്ക് 2 എന്ന് എഴുതാം. ഇവിടെ n-ന്റെ വാല്യൂ 2 ആയതുകൊണ്ട് 2 സെലക്ട് ലൈൻസ് ആണ് ഉള്ളത്. അപ്പോൾ സെലക്ട് ലൈനുകളുടെ വർക്കിംഗ് നമുക്ക് ട്രൂത്ത് ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ കൊടുത്തിരിക്കുന്നതാണ് 1x4 ഡീമൾട്ടിപ്ലക്സറിന്റെ ട്രൂത്ത് ടേബിൾ. ഇതിൽ പറയുന്നത് 2 സെലക്ട് ലൈനിന്റെയും വാല്യൂസ് 0 ആയിരിക്കുമ്പോൾ ഇൻപുട്ട് നമുക്ക് ഒന്നാമത്തെ ഔട്ട്പുട്ട് ലൈനിൽ കിട്ടുന്നു. അടുത്ത കണ്ടീഷൻ S0യുടെ വാല്യൂ 0യും S1ന്റെ വാല്യൂ 1ഉം ആകുമ്പോൾ ഇൻപുട്ട് നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ട് ലൈനിൽ കിട്ടുന്നു. അടുത്ത കണ്ടീഷൻ S0യുടെ വാല്യൂ 1ഉം S1ന്റെ വാല്യൂ 0യും ആകുമ്പോൾ ഇൻപുട്ട് നമുക്ക് മൂന്നാമത്തെ ഔട്ട്പുട്ട് ലൈനിൽ കിട്ടുന്നു. അടുത്ത കണ്ടീഷൻ 2 സെലക്ട് ലൈനിന്റെയും വാല്യൂ 1 ആകുമ്പോൾ ഇൻപുട്ട് നമുക്ക് നാലാമത്തെ ഔട്ട്പുട്ട് ലൈനിൽ കിട്ടുന്നു. അടുത്ത സ്റ്റെപ്പ് ട്രൂത്ത് ടേബിളിൽ നിന്ന് 1x4 ഡീമൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ടുകളുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് Y0യുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. കാരണം ബാക്കി എല്ലാ കണ്ടീഷനുകളിലും Y0യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ Y0യുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. S0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് S0 ബാർ ഇൻറ്റു S1ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് S1 ബാർ ഇൻറ്റു Y0യിൽ I കിട്ടുന്നു. അടുത്തത് നമുക്ക് Y1ന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. കാരണം ബാക്കി 3 കണ്ടീഷനുകളിലും Y1ന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് Y1 ഈക്വൽ ടു S0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് S0 ബാർ ഇൻറ്റു S1ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് S1 ഇൻറ്റു Y1ൽ ഇൻപുട്ട് കിട്ടുന്നു. അടുത്തത് നമുക്ക് Y2ന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ബാക്കി 3 കണ്ടീഷനുകളിലും Y2ന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് Y2 ഈക്വൽ ടു S0യുടെ വാല്യൂ 1 ആയതുകൊണ്ട് S0 എന്ന് തന്നെ എഴുതുന്നു. S1ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് S1 ബാർ എന്ന് എഴുതുന്നു. Y2ൽ നമുക്ക് ഇൻപുട്ട് കിട്ടുന്നു. അടുത്തത് നമുക്ക് Y3യുടെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അവസാനത്തെ കണ്ടീഷൻ മാത്രം നമ്മൾ എടുക്കുന്നു. കാരണം ആദ്യത്തെ 3 കണ്ടീഷനുകളിലും Y3യുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് Y3 ഈക്വൽ ടു S0യും S1ഉം 1 ആയതുകൊണ്ട് S0 ഇൻറ്റു S1 ഇൻറ്റു Y3യിൽ നമുക്ക് I കിട്ടുന്നു. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് 1x4 ഡീമൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ടുകളുടെ ഇക്വേഷൻ. അടുത്തത് നമുക്ക് ഈ കിട്ടിയ ഇക്വേഷനുകളിൽ നിന്ന് 1x4 ഡീമൾട്ടിപ്ലക്സറിന്റെ ലോജിക് സർക്യൂട്ട് വരയ്ക്കണം. അതിനുവേണ്ടി S0, S1, I എന്ന 3 ലൈനുകൾ എടുക്കുന്നു. S0യിൽ നിന്നും S1ൽ നിന്നും നോട്ട് ഗേറ്റിന്റെ സഹായത്തോടു കൂടി S0 ബാറും S1 ബാറും എന്ന 2 ലൈനുകൾ കൂടി നമ്മൾ എടുക്കുന്നു. ആദ്യം നമുക്ക് Y0യുടെ ലോജിക് സർക്യൂട്ട് ആണ് വരയ്ക്കേണ്ടത്. Y0യുടെ ഇക്വേഷൻ S0 ബാർ ഇൻറ്റു S1 ബാർ ഇൻറ്റു I എന്നാണ്. അതിനുവേണ്ടി S0 ബാറിൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, S1 ബാറിൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, അതുപോലെ തന്നെ Iയിൽ നിന്നും ഒരു ലൈൻ എടുക്കുന്നു. ഈ 3 ലൈനുകളെയും നമ്മളൊരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് S0 ബാർ ഇൻറ്റു S1 ബാർ ഇൻറ്റു I എന്ന് കിട്ടുന്നു. അടുത്തത് നമുക്ക് Y1ന്റെ ലോജിക് സർക്യൂട്ട് ആണ് വരയ്ക്കേണ്ടത്. Y1ന്റെ ഇക്വേഷൻ ആണ് S0 ബാർ ഇൻറ്റു S1 ഇൻറ്റു I.
അത് വരയ്ക്കുന്നതിന് വേണ്ടി S0 ബാറിൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, S1ൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, അതുപോലെ തന്നെ Iയിൽ നിന്നും നമ്മളൊരു ലൈൻ എടുക്കുന്നു. ഈ 3 ലൈനുകളും നമ്മളൊരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് S0 ബാർ ഇൻറ്റു S1 ഇൻറ്റു I എന്ന് കിട്ടുന്നു. അടുത്തത് നമുക്ക് Y2വിന്റെ ലോജിക് സർക്യൂട്ട് ആണ് വരയ്ക്കേണ്ടത്. Y2വിന്റെ ഇക്വേഷൻ ആണ് S0 ഇൻറ്റു S1 ബാർ ഇൻറ്റു I. അത് വരയ്ക്കുന്നതിന് വേണ്ടി S0യിൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, S1 ബാറിൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, അതുപോലെ തന്നെ Iയിൽ നിന്നും ഒരു ലൈൻ എടുക്കുന്നു. ഈ 3 ലൈനുകളും ഒരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് S0 ഇൻറ്റു S1 ബാർ ഇൻറ്റു I എന്ന് കിട്ടുന്നു. അടുത്തത് നമുക്ക് Y3യുടെ ലോജിക് സർക്യൂട്ട് ആണ് വരയ്ക്കേണ്ടത്. Y3യുടെ ഇക്വേഷൻ ആണ് S0 ഇൻറ്റു S1 ഇൻറ്റു I. അത് വരയ്ക്കുന്നതിനായി S0യിൽ നിന്നൊരു ലൈൻ എടുക്കുന്നു, S1ൽ നിന്നൊരു ലൈൻ എടുക്കുന്നു, അതുപോലെ തന്നെ Iയിൽ നിന്നും ഒരു ലൈൻ എടുക്കുന്നു. ഈ 3 ലൈനുകളും ഒരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ S0 ഇൻറ്റു S1 ഇൻറ്റു I എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് 1x4 ഡീമൾട്ടിപ്ലക്സറിന്റെ ലോജിക് സർക്യൂട്ട്. 1x4 ഡീമൾട്ടിപ്ലക്സർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ